വിനീഷ് എവിടെ? ഒരു വിവരവുമില്ല. പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസിൽ പ്രതി വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കൃത്യം 1 മാസം പിന്നിടുന്നു. പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണ സംഘം വിനീഷിന് വേണ്ടി തെരച്ചിൽ ഇപ്പോഴും നടത്തുന്നുണ്ട്. പ്രതിയെ പിടികൂടാത്തതിൽ ദൃശ്യയുടെ കുടുംബം ആശങ്കയിലാണ്. 4 ഭാഷയിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടും ഒരു സൂചന പോലും പോലീസിൽ ലഭിച്ചിട്ടില്ല. 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തെന്നല്ലാതെ കേസിൽ ഇതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടുമില്ല. കഴിഞ്ഞ മാസം 29-നാണ് സെല്ലിലെ ശുചിമുറിയുടെ ചുമര് തുറന്ന വിനീഷ് രക്ഷപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ പോലും ലഭ്യമല്ലാത്തതിനാൽ വിനീഷ് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പോലും മനസ്സിലാക്കാനായിട്ടില്ല. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിനെ തുടർന്ന് പലരും വിളിക്കുന്നുണ്ടായെങ്കിലും ഇതുവരെയും സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജ് SHOയുടെ നേതൃത്വത്തിലുള്ള 3 ടീമായാണ് അന്വേഷണം. ഡൽഹി, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ തവണ രക്ഷപ്പെട്ടപ്പോൾ കൂട്ടുകാരുമായി വിനീഷ് ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. സെല്ലിലും ജയിലിലും പൊതുവെ അക്രമ സ്വഭാവം കാണിക്കുന്ന സ്വഭാവക്കാരനാണ് വിനീഷ് എന്ന് അന്വേഷണ സംഘം തന്നെ സമ്മതിക്കുന്നു. പിടിക്കപ്പെട്ടില്ലെങ്കിൽ ദൃശ്യയുടെ അടുത്ത ബന്ധുക്കൾക്ക് പോലും ഭീഷണിയാണെന്ന പോലീസ് റിപ്പോർട്ടും നിലവിലുണ്ട്. ദൃശ്യയുടെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് നിരീക്ഷണമുണ്ട്. അതേസമയം സംഭവത്തിൽ 4 പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തിരുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാർ ഇല്ലാത്തതും വലിയ പ്രതിസന്ധിയാണ്. സുരക്ഷാ ജീവനക്കാരുടെ കുറവാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെയും ജീവനക്കാരുടെ എണ്ണം കൂട്ടാൻ നടപടിയില്ല. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.